നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കഥ പറയട്ടെ. കഥയുടെ പേരെന്താണെന്നറിയാമോ? കൊടിമരം. പണ്ട് പണ്ട്, വളരെ പണ്ട്, വെട്ടത്ത് നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായിരുന്നു, മഹാവാശിക്കാരൻ. എന്താണ് അവൻ ആവശ്യപ്പെടുന്നത് അത് രാജാവ് ഉടൻ നടത്തിക്കൊടുക്കും. അങ്ങനെയിരിക്കെ കുമാരന് വിദ്യാഭ്യാസം തുടങ്ങാൻ കാലമായി. അതിനായി തുഞ്ചത്തെ എഴുത്തച്ഛനെയാണ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചത്. ആദ്യ ദിവസം തന്നെ കുമാരൻ എഴുത്തച്ഛനെ വലച്ചു. എനിക്ക് ഗുരുവിന്റെ രുദ്രാക്ഷമാല വേണം, എനിക്ക് ഗുരുവിന്റെ രുദ്രാക്ഷമാല വേണം. ഇതായിരുന്നു കുമാരന്റെ അന്നത്തെ ആവശ്യം. ചോദിക്കുന്നതെന്തും കിട്ടുന്നത് കൊണ്ടാണ് കുമാരൻ ഇത്ര പിടിവാശിക്കാരനായെന്ന് മനസ്സിലാക്കിയ എഴുത്തച്ഛൻ പിറ്റേ ദിവസം ആസലൊരു മരുന്നുമായിട്ടാണ് വന്നത്. അതെന്താണെന്നറിയാമോ കൂട്ടുകാരെ? ഒരു പുളിവടി. എനിക്ക് ഗുരുവിന്റെ കുടുമ പറിച്ചു തരണം, എനിക്ക് ഗുരുവിന്റെ കുടുമ പറിച്ചു തരണം. ഇതായിരുന്നു കുമാരന്റെ അന്നത്തെ ആവശ്യം. എഴുത്തച്ഛൻ വടിയെടുത്ത് ഒരടി വെച്ചു കൊടുത്തു. കുമാരൻ പിന്നെയും വാശി പിടിക്കാൻ തുടങ്ങി. എഴുത്തച്ഛൻ വടിയെടുത്ത് വീണ്ടും വീണ്ടും തല്ലി. ഇത് കൊട്ടാരത്തിലെ ഒരു ദാസി കണ്ടു. അവൾ ഓടിച്ചെന്ന് രാജ്ഞിയെ വിവരം അറിയിച്ചു. എന്ത്, നമ്മുടെ പൊന്നുപുത്രനെ എഴുത്തച്ഛൻ തല്ലുകയോ? രാജ്ഞി വിവരം അറിയിച്ചു. അത് കേട്ട് രാജാവ് ചിരിക്കുകയാണ് ഉണ്ടായത്. ഒരു കാര്യവുമില്ലാതെ എഴുത്തച്ഛൻ കുമാരനെ തല്ലുകയില്ല. എന്നാൽ നമ്മുടെ പൊന്നുപുത്രനെ തല്ലിയതെന്തിനാണെന്ന് ചോദിച്ചുകൂടെ? രാജ്ഞിയുടെ പരിഭവം തീർക്കാനായി രാജാവ് എഴുത്തച്ഛനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ആരവിടെ? അടിയൻ. താങ്കൾ എന്തിനാണ് നമ്മുടെ പൊന്നുപുത്രനെ തല്ലിയത്? കുമാരൻ പിടിവാശിക്കാരനാണ് പ്രഭു. ഛീ, അസംബന്ധം പറയുന്നു. അവൻ ചോദിക്കുന്നതെന്തും നാം സാധിച്ചു കൊടുക്കുന്നില്ലേ? പിന്നെ എന്തിന് ഇത്ര പിടിവാശി? അതടിയൻ തെളിയിക്കാം പ്രഭു.